ഒരു മനുഷ്യൻ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ സ്റ്റക്ക് ആവുന്നതെന്നറിയാം? രണ്ട് സമയത്താ. ഒന്ന് തളരുമ്പോൾ, രണ്ട് തോക്കുമ്പോൾ. തളരുമ്പോൾ, തോക്കുമ്പോൾ. അപ്പോഴാ സ്റ്റക്കായി പോണേ. തളർന്നു കഴിഞ്ഞാൽ സ്റ്റക്കാവും, തോറ്റു കഴിഞ്ഞാൽ സ്റ്റക്കാവാം. ഈ തളരുമ്പോ നമ്മുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയായിരിക്കും എന്നറിയാം? തളർന്നു വല്ലാണ്ട് അവശനായ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാരത്തോണൊക്കെ ഓടിയിട്ടേ തളർന്നു കഴിയുമ്പോ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഭാഷ ഇതിനെ റുക്കുക. ഒരു മനുഷ്യൻ ജീവിതത്തിൽ തളരുമ്പോൾ എങ്ങനെയാണോ നിൽക്കുന്നത് അതിന്റെ ഏറ്റവും എക്സ്ട്രീം വെർഷൻ നമ്മളെ ദൈവം പഠിപ്പിക്കുക. അത് ഇങ്ങനെ നിൽക്കും, തളർന്നു നിൽക്കുക. അപ്പൊ നമ്മൾ എന്താ പറയുന്നേ? പ്രാർത്ഥിക്കുമ്പോൾ സുബ്ഹാന റബ്ബിയൽ അലീം, ഞാനേ തളർന്നിട്ടുള്ളൂ, എന്റെ രക്ഷിതാവ് നല്ല ശക്തനാണ്. ഞാൻ തളർന്നിട്ടുണ്ടേ, പക്ഷെ എന്റെ രക്ഷിതാവ് നല്ല ശക്തനാണെന്ന് ഞാൻ ആവർത്തിച്ച് 3 പ്രാവശ്യം പറയാ, 5 നേരം. അപ്പോ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മൾ ജീവിതത്തിൽ തളരുമ്പോൾ ഈ ചിന്ത മനസ്സിൽ വരാൻ വേണ്ടി നമ്മളെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുന്ന പണിയാണ്. തളർന്നു കഴിയുമ്പോൾ നാവ് കൊണ്ട് ഉച്ചത്തിൽ പറയിക്കുക, നീ വലിയ ശക്തിയുള്ള മനുഷ്യൻ, എന്റെ കൂടെ വളരെ ശക്തിയുള്ള ഒരു സൃഷ്ടാവുണ്ട് എന്ന് പറയിക്കാം. തളരുമ്പോ സ്റ്റക്കാവുമ്പോ പറയേണ്ട കാര്യം, എന്റെ മുന്നിൽ കാണാത്ത ഒരു ശക്തി ഉണ്ട് എന്നുള്ളതാണ്.